ഹലോ, എല്ലാവർക്കും ജാമീസ് ഫെയറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡിഷായിട്ടാണ്. അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇനി ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ സൈഡ് കട്ട് ചെയ്ത് 12 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് നമുക്കെടുക്കാം. വെള്ളം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം മിക്സിയിലേക്ക് നമ്മൾ ബ്രെഡ് ഇടാനായിട്ട്. വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ ഫ്രഷ് മിൽക്കാണ് ഒഴിക്കുന്നത്. ഒരുപാട് മിൽക്ക് ഒഴിക്കേണ്ട കേട്ടോ, എങ്കിൽ ഇത് നന്നായിട്ട് വെള്ളം പോലെ ആയിപ്പോവും. അതുപോലെ തന്നെ ഉള്ളു വേവാനും ചാൻസ് കുറവാണ്. ഇനി നമുക്കിതിനെ നമ്മുടെ കൈവെള്ളയിൽ വെച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് വേണം ഇതിൽ ഉരുള പിടിക്കാനായിട്ട്. അതുപോലെ തന്നെ ഉരുള പിടിക്കുമ്പോൾ ഒരുപാട് വലുതാക്കി നമ്മൾ ബോൾസ് ആക്കരുത്. ജസ്റ്റ് ഒരു ചെറിയ ഒരു ബോൾസിൻ്റെ അളവിന് മതി. അതുപോലെ തന്നെ ഒരുപാട് വലുതാക്കിയാൽ എണ്ണയിലേക്ക് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഇതൊന്നും കൂടെ വലുതാവും. അപ്പോഴത്തേക്ക് ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചിലത് ഉള്ളു വേവാനും ചാൻസ് കുറവാണ്. ഇത് നമുക്ക് ഹോട്ടലുകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് സൂപ്പർ ഗുലാബ് ജാമുനായിട്ട് കിട്ടുന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താലും അതവർക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഞാനിവിടെ എല്ലാത്തിനെയും ബോൾസ് പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താലോ. ഇവിടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആയതിനു ശേഷം നമ്മുടെ ഗുലാബ് ജാമുനെ ഇങ്ങനെ ഇടാം. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഗുലാബ് ജാമിൻ്റെ എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ളൊരു സ്പൂണോ ഫോർക്കോ എന്ത് വെച്ചാണെങ്കിലും നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് നമ്മളിതിൻ്റെ അടുത്ത് തന്നെ നിന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം, എങ്കിലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുവരെയ്ക്കും ലൈക്ക് ചെയ്യാതെ കാണുന്നവർ എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ കണ്ടോ, നമ്മുടെ ഗുലാബ് ജാമുൻ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഗുലാബ് ജാമുനിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പാനി തയ്യാറാക്കിയാലോ. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതേ കപ്പിൽ തന്നെ 3/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ആഡാക്കാം. പിന്നെ ഏലക്ക 3 ഇടാം. അതുപോലെ തന്നെ പുതിനയുടെ ടേസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം. ഇവിടെ നന്നായിട്ട് നമ്മുടെ പഞ്ചസാര പാനി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 മിനിറ്റും കൂടെ ഇതിനെ തിളപ്പിക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ബോൾസിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അതിനുശേഷം നമുക്ക് ഒരു 30 മിനിറ്റ് വരെയും നമുക്ക് ഇതിനെ ഒന്ന് അടച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 30 മിനിറ്റ് ശേഷം നമ്മുടെ ഗുലാബ് ജാമുൻ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. പഞ്ചസാര പാനിയുമായി ചേർത്ത് നമ്മുടെ ഗുലാബ് ജാമുൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. മധുര പലഹാരം ഇഷ്ടമുള്ള എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, നമ്മുടെ ഗുലാബ് ജാമുൻ നല്ല സ്പോഞ്ച് രൂപത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.